എന്താ പേര്? എന്റെ പേര് വിനോദ് നർനാണ്. ഇതിന്റെ അതെ 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 അതെ. അയ്യോ ഞാൻ അറിയില്ല, ഞാൻ അറിയാതെ എന്റെ പേര് പറഞ്ഞു പോയതാ. എന്താ പേര്? നമ്മള് നേരത്തെ കണ്ടിട്ടുണ്ടോ? എവിടെ വെച്ച്? പുനലൂരിലോ? വെള്ളം കുടിക്കാൻ പോയതാണോ? വെള്ളം കുടിക്കാൻ പോയതാണോ? പിന്നെ പുനലൂർ ഫെസ്റ്റ് കണ്ടു അല്ലേ? ഓ, അന്ന് ഇത്തിരിയുടെ നല്ല ചൊവ്വ ഇരിക്കായിരുന്നു. ഇല്ല. എങ്ങനെ പോന്നു കാര്യങ്ങളൊക്കെ? എങ്ങനെ പോന്നു? അടിപൊളി. ഇവിടെ ആരെങ്കിലും ഒക്കെ കണ്ടോ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? മനുഷ്യരെ പോലെ ആഹാരം കഴിക്കില്ല. പിന്നെ എന്താ ആഹാരം കഴിക്കുക സാധാരണ? പ്രായം കൂടി പോകും. ഓ, ചെറുപ്പം ആകാൻ ശ്രമിച്ചോണ്ടിരിക്കുക. ഓക്കെ ഓക്കെ. ഇന്നും ഒരേ പ്രായം. വെയിലെങ്ങനെയുണ്ട്? വെയില് നന്നായിട്ട് കൊള്ളു കേട്ടോ. ഇനിയിപ്പോ എങ്ങോട്ടാ പരിപാടി? ശുചിത്വ മിഷന് വേണ്ടിട്ടല്ലേ? ഓക്കെ ഓക്കെ. ശുചിത്വ മിഷനിൽ എന്താ ചെയ്യുന്നത്? ഒരു പൊട്ടും കൂടെ കുത്തിയായിരുന്നേ കൊള്ളായിരുന്നു കേട്ടോ. നാണിച്ചു പോയില്ലേ? നാണിച്ചു പോയി. ഓക്കെ. ആൺകുട്ടിയാണ്. സന്തോഷം ടിറ്റി. അപ്പൊ കാണാം. ടിറ്റി അല്ലേ? ഓക്കെ, താങ്ക് യു കിറ്റി. ഗുഡ് ബൈ. ഓക്കെ, ബൈ. അപ്പൊ കുട്ടികളെ കണ്ടല്ലോ. കിറ്റിയുടെ പരിപാടി ഉണ്ടോ? ഓക്കെ. എങ്ങനെയുണ്ട്? അത് കൊള്ളാമോ? അപ്പൊ നിങ്ങൾ ഏത് ഐറ്റത്തിലാ മത്സരിക്കുന്നത്? നമ്മള് ഡ്യൂട്ടിക്ക് വന്നാണോ? ഏത് ഡ്യൂട്ടിക്ക്? കണ്ട ഐറ്റം എന്ന് എനിക്ക് തോന്നിയുള്ളൂ. ജൂനിയർ റെഡ് ക്രോസ് ആണ്. ഓക്കെ. സേവനത്തിന് വന്ന എവിടെ നിന്ന്? സ്കൂൾ ഏതാ? എന്നിട്ട് ആരെങ്കിലും സേവിച്ചോ നിങ്ങള്? അവസരം കിട്ടിയില്ല. ഞങ്ങളെങ്ങനെ സേവിച്ചാലോ? ഓക്കെ. അപ്പൊ എന്തൊക്കെയാ നിങ്ങളുടെ സേവനത്തിലുള്ളത്? എന്തൊക്കെയാ? കറക്റ്റ് ആക്കിയിട്ട് നിർത്തണം. അവർക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ നമ്മൾ അവരുടെ പ്രൊട്ടക്ട് ചെയ്യണം. മക്കളെ എന്താ മിണ്ടാതിരിക്കുന്നത്? നമ്മളെ പിണക്കൊന്നുമില്ലല്ലോ. ഓക്കെ. അപ്പൊ റെഡി. അപ്പൊ നമ്മൾ അടുത്ത പരിപാടിക്ക് പോട്ടോ? ഓക്കെ, റെഡി. അറിയാലോ, എനിക്ക് ഓർമ്മയുണ്ട്. കുഴപ്പമൊന്നുമില്ല. ആൾക്കാർ ഈ കൊട കുഴപ്പമാവുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. 40 വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡിൽ ആശാനാണ്. നിങ്ങൾ മാത്രം എന്റെ വാർത്ത പരിചയപ്പെട്ടു. മണർകാട് കുഞ്ഞപ്പനാശൻ മാഷ. മാഷ ഞാൻ 14 ജില്ലയും പഠിപ്പിക്കുന്ന മാഷ. 14 ജില്ലയിലും പഠിപ്പിക്കുന്നുണ്ട്. ഒരു സ്കൂളൊന്നും ഇല്ല, എവിടെയും പഠിപ്പിക്കും. അപ്പൊ മാഷെ നമ്മുടെ ആൾക്കാരെ അങ്ങോട്ട് വിട്ടു. നാളെ എന്റെ മത്സരം. നാളെ മത്സരം കോട്ടയം മണർകാട് പള്ളി ആശാന. അപ്പൊ മണർകാട് പള്ളിയിലോട്ട് വരാം. ഓക്കെ, താങ്ക് യു. അതൊക്കെയാണ് കളി. ഓക്കെ. കലണ്ടർ മാത്രമേ മാറുന്നുള്ളൂ. കേരളത്തിലെ ഭിന്നശേഷിക്കാരുടെ താങ്കളെന്ന് പറഞ്ഞ കാര്യം അറിയാലോ. ഷമീദേ, നമുക്കേ ഈ പ്രധാന വേദിയിൽ മത്സരം തുടങ്ങിയെന്നാ പറഞ്ഞു. എങ്ങനെയുണ്ട് പൊതുവെ മത്സരത്തെ വിലയിരുത്തും? എങ്ങനെയുണ്ട് കാര്യങ്ങൾ? നിലവിൽ ഇപ്പൊ സാധാരണ നമ്മൾ ഈ കലോത്സവത്തിൽ കാണുന്ന തരത്തിലേക്കുള്ള ഒരു തള്ളിക്കയറ്റം ഇല്ല. ശരിക്കും അത് തിരുവനന്തപുരത്തില്ല. പക്ഷെ നമ്മൾ സജോ വന്നുകൊണ്ട് പറ്റിയതാണോ? കണ്ണൂരിൽ നിന്ന് സജോ ഇറങ്ങിയപ്പോഴേ പ്രശ്നമായോ? തിരുവനന്തപുരത്തിന്റെ പതിവ് സ്വഭാവമാണ് അത്. പക്ഷെ നാടകവേദി നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ട്. നല്ല ആളുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വലിയ തോതിൽ കാണികൾ എത്തിയിട്ടുണ്ട്. ഓക്കെ. ഷഹദേ, എങ്ങനെയുണ്ട് ഷഹദ് റഹ്മാൻ? നമ്മള് അടിച്ചു പൊളിക്കാൻ പറ്റിയോ? പിന്നെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഷഫീദ് പറഞ്ഞ ആൾക്കാരുടെ ഒരു തള്ളിക്കയറ്റല്ല. പക്ഷെ വൈകുന്നേരത്തോടു കൂടി ഉണ്ടാവുന്ന നമ്മളിപ്പോ ആൾക്കാര് പ്രിയപ്പെട്ടവരെ വേഗം വരിക. എന്താണ് ആൾക്കാർ ഞായറാഴ്ചയാണ്, കുറച്ച് ആൾക്കാർ കുറവുണ്ട്. എന്നാലും വൈകുന്നേരം കുറച്ച് ആളെ കൂട്ടാൻ വയ്യായിരുന്നു. അത് കണ്ണൂരിൽ നിന്ന് കൊണ്ടുവരേണ്ടി വരും. കണ്ണൂരല്ല, ഇവിടെ ഒരു ബന്ധം സ്ഥാപിക്കുക. ഷഫീദിന്റെ ബന്ധം പോകുന്നതിന് മുൻപേ. ഓക്കെ. അപ്പൊ നമ്മളെ പ്രധാന വേദിയിൽ ഇപ്പോ മത്സരം തുടങ്ങിക്കഴിഞ്ഞു. അവിടെ അജീഷ് ജയകുമാറുണ്ട്. അജീഷ് കൂടി നമുക്കൊപ്പം ചേരുന്നു. ഇതിന്റെ ശില്പം ചെയ്ത ആളാണ്. ഈ ശില്പം ചെയ്ത ആളാണ്? അതെ അതെ. ഓ, എന്താ പേര്? വില്യം പനിപ്പിച്ച. അധ്യാപകനാണ്. പൊടിയൂരാണ് സ്വദേശം. സെന്റ് തോമസ് പൂന്തറ ഹയർ സെക്കൻഡറി സ്കൂളിലെ ചിത്രകല അധ്യാപകനാണ്. ശില്പ സംഭവം ഗംഭീരമായി. താങ്ക് യു സാർ. ഓക്കെ. അപ്പൊ ഇനിയിപ്പോ അജീഷ് ജയകുമാർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. അജീഷ്, വെൽക്കം ബാക്ക് ടു സെൻട്രൽ സ്റ്റേഡിയം. പറയൂ. ISK എന്തായാലും വിദ്യാർത്ഥികളുടെ മത്സരം ആവേശകരമായി തുടരുക. ഞാനിപ്പോൾ നിൽക്കുന്നത് 1ാം വേദിയിലാണ്, MT നിള വേദിയിൽ. ഇപ്പോൾ ഇവിടെ ഹയർ സെക്കൻഡറി വിഭാഗം പെൺകുട്ടികളുടെ ഹയർ സെക്കൻഡറി വിഭാഗം ഒപ്പന മത്സരമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റു വേദികളിലെല്ലാം തന്നെ ഇന്ന് ജനപ്രിയ മത്സര ഇനങ്ങളുണ്ട്. എന്തായാലും വാശിയേറിയ മത്സരം തന്നെയാണ് ഓരോ ജില്ലകളും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 1ാം സ്ഥാനം ആദ്യ ദിവസം മുതൽ തന്നെ കണ്ണൂർ തന്നെയാണ്. 215 പോയിന്റുമായി കണ്ണൂർ ആധിപത്യം തുടരുന്നത്. തൊട്ട് പിന്നാലെ 214 പോയിന്റുമായി തൃശ്ശൂരുണ്ട്. അതിന് തൊട്ട് പിന്നാലെ കോഴിക്കോടുമുണ്ട് 213 പോയിന്റുമായി. ഓരോ പോയിന്റുകൾ വീതമാണ് ഈ ജില്ലകൾ എന്തായാലും മത്സരിക്കുന്നത്.
നടക്കുന്നത്. മറ്റ് ആലപ്പുഴ, പാലക്കാട്, എറണാകുളം ജില്ലകളെല്ലാം തൊട്ട് താഴെ തന്നെയുണ്ട്. എന്തായാലും 2 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. ഇനിയും ആകെ 58 മത്സര ഇനങ്ങൾ മാത്രമാണ് പൂർത്തിയായത്. ഇനി 3 ദിവസങ്ങൾ കൂടിയുണ്ട്. അപ്പോഴേക്കും ആ മത്സരം കൂടുതൽ കടുക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. 24 വേദികളിലും പ്രധാനപ്പെട്ട ജനപ്രിയ മത്സരങ്ങളെല്ലാം നടക്കുന്നുണ്ട്. ടാഗോർ തിയേറ്ററിൽ നാടകം നടക്കുന്നുണ്ട്. അവിടെ ആ കാണികളെല്ലാം നിറഞ്ഞു കവിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട വേദിയിൽ ഇംട നീളാവേദിയിൽ കാഴ്ചക്കാർ അല്പം കുറവാണ്. എന്തായാലും ഞായറാഴ്ച ദിവസമാണ്. തിരുവനന്തപുരത്തുകാർ ആലസ്യത്തിൽ വീട്ടിലിരിക്കരുതെന്നാണ് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ കുട്ടികളെ പിന്തുണയ്ക്കാൻ, അവർക്ക് എല്ലാവിധ സപ്പോർട്ടും നൽകാൻ, അവരെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ എന്തായാലും തിരുവനന്തപുരത്തുകാർ ഈ വേദികളിലേക്ക് എത്തണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. എന്തായാലും മത്സരം വാശിയേറിയ ആ മത്സരം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. എസ്കേൻ. ഓക്കെ, താങ്ക് യു അജീഷ്. ജയകുമാർ.